ഹൃദയത്തിൽ തൊട്ട് തീണ്ടാത്തതാണ് അവർ വിളിച്ചു പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് രക്ഷയുണ്ടോ? അതെ, എങ്കിൽ ഈമാനുള്ളവർക്കേ രക്ഷയുള്ളൂ. രണ്ടാമത് പറയുന്നത്, ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞാ പോരാ, അത് പ്രവൃത്തിയിലങ്ങ് കാണണം. ഉമ്മമാരെ, സഹോദരിമാരെ, പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ആലോചിക്കണം, നാം പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടോ? അല്ലാത്ത വർത്തമാനങ്ങൾ പടച്ചവന് ഏറ്റവും വലിയ കോപമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ എന്തിനു പറയുന്നു? കബുറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ കോപത്താൽ അതികഠിനമായ സംഗതി. അൻ തഖൂലൂ, നിങ്ങൾ പറഞ്ഞു നടക്കലാണ്. മാ ലാ തഫ്അലൂൻ, നിങ്ങൾ പ്രവർത്തിക്കാത്തത്. അപ്പൊ പറയുന്നത് മനസ്സിലുണ്ടാകണം, മനസ്സിലുള്ളതേ പറയാവൂ. പ്രവർത്തിക്കുന്നതും വാക്കിലുണ്ടാവണം, വാക്കിലുള്ളത് പ്രവൃത്തിയിലും ഉണ്ടാകണം. ഇങ്ങനെ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ആ അധ്യായം അവസാനിച്ചോ? എന്റെ പ്രിയപ്പെട്ടവരൊന്ന് ആലോചിച്ച്, ആ സൂറത്ത് അവിടെ അള്ളാഹ് അവസാനിപ്പിച്ചിരുന്നുവെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ വർത്തമാനമൊക്കെ പറഞ്ഞ് നമുക്ക് വീട്ടിൽ സുഖമായിട്ടിരിക്കാമായിരുന്നു. ഏത് വർത്തമാനം? ഞങ്ങൾ ഒന്നിൽക്കില്ല. നിങ്ങളിങ്ങനെ പല സ്റ്റേജും കെട്ടിയിട്ട് ഇങ്ങനെ അവിടുന്ന് ആയത്തോതിന്, ഇവിടുന്ന് ആയത്തോതിന്, ഇവിടെ ആക്ഷേപം നടത്തുന്നു, ഇവിടെ അങ്ങോട്ട് വിമർശിക്കുന്നു, അവിടെ ഗണന നടത്തുന്നു, ഇവിടെ വാദപ്രതിവാദം നടത്തുന്നു, ഇവിടെ ഒരു പത്രത്തിൽ അങ്ങനെ എഴുതുന്നു, ഇവിടെ വേറൊരു പത്രത്തിൽ ഇങ്ങനെ പറയുന്നു, ഇവിടെ ഒരു ക്ലിപ്പിൽ ഇങ്ങനെ കേൾക്കുന്നു, മറ്റേ ക്ലിപ്പിൽ ഇങ്ങനെ കേൾക്കുന്നു. ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇനി ഒന്നിനുമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവനെ അഞ്ചോക്ത് നിസ്കരിച്ച് സത്യവിശ്വാസമൊക്കെ സ്വീകരിച്ച് അഞ്ചുതരം പള്ളിയിൽ പോയി നിസ്കരിച്ച് നോമ്പ് നോറ്റ് സക്കാത്തൊക്കെ കൊടുത്ത് വേണമെങ്കിൽ ഒരു ഹജ്ജിനൊക്കെ പോയിട്ട് ഞാൻ ഇന്റേതായ രീതിയിൽ അങ്ങനെ നടക്കും. ഒരാളോടും ഒന്നിനും ഞാനില്ല. ഇത് പറയുന്ന നല്ലൊരു ശതമാനം ആളുകളില്ലേ? ചിന്തിച്ചോ സഹോദരാ, ആ വാദം നമുക്ക് രക്ഷയേകുമെങ്കിൽ സൂറത്തുൽ അസ്ർ അവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണ്ടേ? സൂറത്തുൽ അസ്ർ അവിടെ വഖഫ് ചെയ്യണ്ടേ? സൂറത്തുൽ അസ്ർ അവിടെ അവസാനിച്ചിട്ടുണ്ടോ? ഖുർആനിലില്ലേ? എന്താ ബാക്കി? അവസാനിച്ചിട്ടില്ല. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ്. മനുഷ്യ, നീ മനസ്സിലാക്കിയ ഹക്ക് അത് നീ മാലോകരോട് പറയണം. അതുകൊണ്ട് നീ ശക്തമായി വസിയത്ത് കൊടുക്കണം. കേവല ഉപദേശം പോരാ, വസിയത്തിനൊരു പ്രത്യേക പവറുണ്ട്. ശക്തമായ സ്വരത്തിൽ അങ്ങ് പറയണം, ശക്തമായ നിലക്കങ്ങ് വളരെ ഗൗരവത്തോടെ ഉത്ബോധിപ്പിക്കണം. നീ പഠിച്ചത് നിനക്കതനുസരിച്ച് അമൽ ചെയ്ത് വീട്ടിലിരിക്കാൻ മാത്രമല്ല, നീ അത് ജനങ്ങളോട് ഉപദേശിക്കണം. ഹക്ക് നീ ജനത്തോട് പറയണം. എന്നാ തീർന്നോ? ഞാൻ ഹക്ക് പറഞ്ഞു നോക്കി, പക്ഷേ ആളുകൾ ഇതുവരെ ചിരിച്ചിരുന്നവർ ചിരി മതിയാക്കി. ഞാൻ ഹക്ക് പറയാൻ തുടങ്ങിയപ്പോ ഇതുവരെ എന്നെ കണ്ടാൽ സലാം പറഞ്ഞിരുന്നവർ സലാം അടക്കാതായി. ഇതുവരെ എന്നോടൊപ്പം പ്രവർത്തിച്ചിരുന്നവർക്ക് ഇപ്പൊ എന്നെ കണ്ടുകൂടാതായി. അതുകൊണ്ട് എനിക്ക് അവരുടെയൊക്കെ പ്രീതിയാണ് വേണ്ടത്. ഞാനിനി ഒന്നിനുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിൻവലിയണോ? നിനക്ക് രക്ഷ കിട്ടുമോ? ഇല്ലെന്നാണ് അള്ളാഹ് പറയുന്നത്. എങ്കിൽ ആ സൂറത്ത് അവിടെ അവസാനിക്കുമായിരുന്നു. നാലാമത്തൊരു കണ്ടീഷൻ കൂടിയുണ്ട്. വതവാസൗ ബിസ്സബ്ർ. സഹിക്കാൻ നിനക്ക് കഴിയണം, നല്ലോണം ക്ഷമിക്കാൻ നിനക്ക് കഴിയണം. നിന്നെ എന്ത് വിളിച്ചാലും അതെനിക്ക് കൂലിയാണെന്ന് നീ വിശ്വസിച്ചോ? ജിന്നൂരിയത പോകുന്നു എന്ന് പറഞ്ഞാലും, എന്ത് പേരിൽ നിന്നെ വിളിച്ചാലും, അതാ പോകുന്നൊരു വഹാബിയെന്നോ, അതാ ഒരു ജൂതനെന്നോ, അതാ ഇനി വേറെ ഏതെങ്കിലും പേര് വിളിച്ചാലും, അതേ മുൻഗാമികളെ ആരൊക്കെ എന്തൊക്കെ വിളിച്ചോ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് തൗഹീദ് പറഞ്ഞതിനാണ്. മുഹമ്മദേ, നീ ഈ പാട്ടുകാരന്റെ പാട്ട് കേട്ടിട്ട് നമ്മൾ നമ്മുടെ ഈ അവസ്ഥയിൽ നിന്ന് മാറ്റം വരുത്തണോന്ന് മുശ്രിക്കുകൾ ചോദിച്ചത്. ഇന്നാല തരികു അലിഹത്തിനാ ലിശായിരി മജ്നൂൻ. ഈ തലക്ക് നൊസ് പിടിച്ച ഭ്രാന്തുള്ള, തലക്ക് വകതിരിവില്ലാത്ത പാട്ടുകാരന്റെ വാക്ക് കേട്ടിട്ട് നമ്മൾ പിന്നാലെ കൂടണോ എന്ന് അതേ അറേബ്യൻ മുശ്രിക്കുകൾ ചോദിച്ചു. ഹബീബിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചോ? അതേ ലോകത്ത് പലരെയും പലതും വിളിക്കും, പലരും വിളിക്കട്ടെ, പക്ഷേ നിനക്ക് സബറുണ്ടോ? അതേ മാളത്തിൽ ഒളിക്കാതെ ആരെന്ത് പറഞ്ഞാലും അതെനിക്ക് റബ്ബിന്റെ അടുക്കൽ
അടുക്കൽ പ്രതിഫലത്തിനുള്ള അവസരമായി കാണാൻ ഓ മുഅ്മിനേ, ഓ മുഅ്മിനത്തേ, നിനക്ക് സാധിക്കുന്നുവെങ്കിൽ നമുക്കാണ് രക്ഷയുടെ സൗഭാഗ്യത്തിന്റെ കേദാരമായ സ്വർഗമുള്ളത്. അതാണ് അല്ലാഹു പറയുന്നത്. വല്ലസർ കാലഘട്ടത്തിന്റെ ചരിത്രം സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാ പറയുന്നത്. മാനവ സമൂഹത്തിന്റെ 1-ാം തീയതി മുതൽ ആദം അലൈഹിസ്സലാം മുതൽക്കുള്ള ഇങ്ങോട്ടുള്ള സർവ്വ ചരിത്രവും അങ്ങനെയാണ്. ഈ രൂപത്തിലുള്ള 4 നിബന്ധനകളും ഒത്തവരെ രക്ഷപ്പെടുകയുള്ളൂ, അല്ലാത്തവർക്ക് രക്ഷയില്ല. ദുന്യാവിലെ സുഖം നോക്കിയിട്ട് മിണ്ടാതിരുന്നുകൊണ്ട്, ഞാനൊന്നിനുമില്ലെന്ന് പറഞ്ഞുകൊണ്ട്, പ്രവർത്തന ഗോതയില്ലെന്ന് മാറി നിൽക്കേണ്ടവനല്ല. ആർജവമുള്ള മുസ്ലിം ആർജവത്തോടെ മുന്നോട്ട് പോകേണ്ടവനാണ്.